ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇവിടെ ഞാൻ തൊടുമ്പോൾ എന്തോ അരുത്തിയാണ് ഗൈസ്. ഇത് ഞാൻ കാണിച്ച് തരാം കേട്ടോ. തൊടുമ്പോൾ ഉള്ള അവളിപ്പോൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഓടാൻ എൻ്റെ ഇത് കാണിക്കുന്നില്ലേ ലൂഞ്ഞ. ലൂഞ്ഞായേ എടി നോ നോ ലൂണ നോ. കണ്ടു വയസ്സ് ഇങ്ങനത്തെ അരത്തിയൊക്കെ അവൾ എന്നോട് കാണിക്കുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ വലുതാവേണ്ട അതിനായിട്ടുള്ള പ്രായമായിട്ടുണ്ട്, അരത്തി ആയിട്ടുണ്ട് ഗൈസ്. ദേ ഗൈസ് ലൂഞ്ഞ ലൂഞ്ഞ ചക്കരി ലൂഞ്ഞ ചക്കരി ലൂണ ലൂഞ്ഞ. ഗൈസ് ഏത് സമയവും ഈ കാറിൻ്റെ അടിയിലാണ് അവൾ. കാറിന് ലൂണ ലൂണോയ് വെയിറ്റ് വെയിറ്റ് കം. ഇരിക്കുന്നുണ്ടോ അവൾ കാറിൻ്റെ അടി കയറിയിട്ട്? കാറിൻ്റെ അടി കയറിയിരിക്കും ഈ സമയം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലൊക്കെ ആവും, പക്ഷെ അവൾ കേൾക്കാഞ്ഞിട്ട്. ഞാൻ ഇന്ന് പോവാം കേട്ടോ. ഈ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. കാരണം എൻ്റെ സ്കൂൾ ടൂറാണ് ഗൈസ് നാളെ. അപ്പം നാളത്തേക്കുള്ള സാധനങ്ങൾ ഒക്കെ വാങ്ങിക്കണം. അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. പോകാതിരിക്കാൻ പറ്റൂല. പിന്നെ നാളെ വൈകിട്ട് നാളെ രാത്രി 10 മണിയാവും കഴിച്ചാൽ വരുമ്പോൾ. പിന്നെ വെളുപ്പിന് 5 മണിക്ക് ഞാൻ അങ്ങോട്ട് പോകും സ്കൂളിലേക്ക്. അപ്പം ഞാൻ നല്ല എക്സൈറ്റഡാണ്. നമ്മൾ പോകുന്നത് ഇൻട്രിയ അഡ്വഞ്ചർ പാർക്ക് ചെറായി. അവിടാണ് ഗൈസ് നമ്മൾ പോകുന്നത്. അല്ലേ ലൂണ? അല്ലേ ലൂണ? കാണത്തില്ല, അവൾ ആ കാറിൻ്റെ അടിയിൽ നിന്ന് മാറത്തില്ല. അപ്പം നമ്മൾ നാളെ എൻ്റെ സ്കൂൾ ടൂർ പോവുകയാണ് ഗൈസ്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്. ഗൈസ് ഇന്ന് ഉറങ്ങാൻ നേരത്തെ ഞാൻ മുടി കെട്ടി വെച്ചാൽ, ഇല്ലെങ്കിൽ ചൂടെടുക്കും കേട്ടോ. ലൂണ അവൾ അങ്ങനെ ഇരിക്കുക. പിന്നെ പാർക്ക് അഡ്വഞ്ചർ പാർക്ക് ആയതുകൊണ്ട് സ്വിമ്മിങ് പൂളൊക്കെ കാണും എന്നാണ് മിസ്സ് പറഞ്ഞത്. അപ്പം നൈലോണിൻ്റെ തുണി വേണം, അത് വാങ്ങിക്കണം. ഇത് നൈലോണിൻ്റെ തുണിയാണ്, പക്ഷെ അമ്മയ്ക്ക് അറിയത്തില്ല നൈലോണിൻ്റെ തുണിയാണെന്ന്. അപ്പം അമ്മ പറഞ്ഞ് പറ്റിച്ച് ഒന്നുകൂടെ എക്സ്ട്രാ തുണി വാങ്ങിക്കണം. എന്നിട്ട് തുണി വാങ്ങിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പറയുന്നത് ഇത് നൈലോണിൻ്റെ തുണിയാണ്. അപ്പം അമ്മേൻ്റെ വഴക്ക് പറയും, ചീത്ത വിളിക്കുവോ, പിന്നെ ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ. എന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ എക്സ്പ്രഷൻ ഇങ്ങനെ ആണോ, അങ്ങനെ അമ്മ പറയല്ലേ ഇങ്ങനത്തെ ഒക്കെ വാക്ക് ഇങ്ങനത്തെ പറഞ്ഞ. ഇപ്പം അവൾ എണ്ണീറ്റിട്ട് കാറിൻ്റെ അടിയിൽ പോയി കിടക്കുന്ന അഹങ്കാരം കണ്ടോ ഗൈസ്? നോക്ക് ഗൈസ്, അതിൻ്റെ എനിക്ക് വായിക്ക് പറയാൻ തോന്നില്ല. ഇവള് ഇങ്ങനെ അരത്തി കാണിച്ചങ്ങ് അറ്റിറാണിയായി പോയി ഇവള്. ഇന്നും കൂടെ ഞാൻ ഇവിടെ ഉള്ളെന്ന് അവളോട് ഞാൻ പറഞ്ഞു, പക്ഷെ മനസ്സിലായി എന്തോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ
ചെറിയതായിട്ട് മുഖം വീർപ്പിച്ച് അങ്ങോട്ടൊക്കെ ഇരിക്കും, നോക്കിയിരിക്കും. അപ്പം ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞ് വരത്തില്ല. നീ സപ്താഹത്തിന് ഞാൻ വരും. അപ്പുറത്ത് കാവല്ലേ, അവിടെ സപ്താഹം നടക്കും. അപ്പം സപ്താഹം കൂടെ കഴിഞ്ഞിട്ട് സപ്താഹത്തിൻ്റെ അന്ന് ഞാൻ വരും. അപ്പോൾ ഇവിടെ അമ്പലത്തിൽ നിന്നായിരിക്കും നമ്മൾ ഫുള്ള് കഴിക്കുക. രാവിലെ കഴിക്കുക, ഉച്ചയ്ക്ക് വൈകിട്ടും കഴിക്കുക. അമ്പലത്തിൽ നിന്നായിരിക്കും. സപ്താഹത്തിന് എന്തടിപൊളിയായിരിക്കും. അമ്പലത്തിലൊരു കുളമുണ്ട് കൈസ്, അത് അമ്പലക്കുളമാണ്. അമ്പലക്കുളത്തിൽ നമ്മൾ അവിടുത്തെ കുളത്തിൽ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെനിക്കിഷ്ടപ്പെട്ട്. ഒരു ചേച്ചി എനിക്കെടുത്ത് തന്നെയാണ് കൈസ്. ഞാൻ ഇവിടെ ഇരിക്കുവാണ്. അപ്പം എങ്ങനെയൊക്കെയാ കാര്യങ്ങൾ. ഇത് ഓട്ടോമാറ്റിക് മാറി ഗൈസ്. ഈ ഗേറ്റ് കണ്ടില്ലേ, ആ ഗേറ്റ് ഓട്ടോമാറ്റിക് മാറി. നമ്മൾ തന്നെ കൈ കൊണ്ട് തുറക്കണം കേട്ടോ. നമ്മൾ തന്നെ കൈ കൊണ്ട് തുറക്കണം. ഇത് കണ്ടു, ഈ ഫോണിന് എന്ത് ക്ലാരിറ്റിയാണ് നോക്ക്. പക്ഷെ ഫിൽട്ടർ ഇട്ടില്ല. എന്താ ഇങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നമുക്കൊന്ന് ഫിൽട്ടർ ഉണ്ടോയെന്ന് നോക്കിയോ. ഇനി ഫോണിൻ്റെ പ്രശ്നമാണോ അതോ ആകാശത്തിൻ്റെ പ്രശ്നമാണോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. കണ്ടു, ഇവിടെ ഫുൾ ലൈറ്റാണ്. ഇവിടെ ഈ ഭാഗം ഫുള്ള് ലൈറ്റാണ്. ഈ ഏരിയ ഫുള്ള് ലൈറ്റാണ്. അപ്പോൾ ഇത് സ്കൈ ഡാർക്കായിട്ടും ഈ ചെടികളെല്ലാം ഡാർക്ക് പച്ചയായിട്ട്, ലൈറ്റും ഡാർക്കും മിക്സ്ഡ് ആയിട്ടുള്ളൊരു പച്ചയായിട്ടും ഒക്കെ വരുവാണ് ഗൈസ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഫോണിൻ്റെ പ്രശ്നമാണോ അതോ ആകാശത്തിൻ്റെ പ്രശ്നമാണെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. ഗൈസ് വന്നിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പം ഒരു സൗണ്ട് കേട്ടത്. ലൂണ എണ്ണീറ്റ് കാറിൻ്റെ അടിയിൽ എനിക്കിനി തൊടാൻ വയ്യ. ഞാൻ തൊടാൻ വരുമ്പോഴത്തേക്കും അവള് കാറിൻ്റെ അടിക്കും. ട്രൈ ചെയ്യാം. അവളെ പുട്ടിൻ്റെ ഇത് കളിച്ചോണ്ടിരിച്ചു. ചേടാ, നമുക്ക് ക്യാമറ ഇവിടെ ഒരു ഭദ്രമായിട്ട് വെക്കാം. വെയിറ്റ് ഇവിടെ ക്യാമറ കേട്ടോ. അപ്പോൾ അവൾ എന്തായിരിക്കും റിയാക്ഷൻ എനിക്കറിയത്തില്ല. കാണുന്നുണ്ടോ? എന്തോ നോക്കി നിൽക്കുക. നിങ്ങൾ കണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ തൊട്ടു. ക്യാമറ എവിടെ വെച്ചിട്ട് പോയാൽ എന്നെ പറഞ്ഞാൽ മതി. ഗൈസ്, നമുക്ക് അടുത്ത ഊഞ്ഞാലേ ഇരിക്കാം. ഇവിടെ ഗൈസ് ഇന്നലെ ഇവളെ അഴിച്ചു വിട്ടു. ഞാൻ അകത്തായിരുന്നു. എനിക്ക് ഇവളെ പേടി, അഴിച്ചു വിടുമ്പോൾ പേടി, തൊടാൻ മാത്രമേ പേടിയില്ലാത്തുള്ളൂ. അപ്പം ഇവള് എന്തോ ചെയ്തെന്നറിയോ, അവിടുന്ന് ഓടി വന്ന് എൻ്റെ കസിൻ്റെ അമ്മ ഇരിക്കും. അവിടെ എൻ്റെ കസിൻ്റെ അമ്മ ഇരിക്കുക. അപ്പം ഇവള് ഓടി വന്ന് ഇവിടെ ഇരുന്ന് ഈ ഒരു ബെഞ്ചിലിരുന്ന അവിടുന്ന് ഓടി വന്ന, എന്നിട്ട് ഈ ഊഞ്ഞാലയിട്ട് അതിൻ്റെ കൂടെയാണ് ഇത്. കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ കൂടെയാണ് ഇത് ഊഞ്ഞാല വന്നിരുന്ന്. അത് കഴിഞ്ഞിട്ട് ഈ കസേര വന്നിരുന്ന് എൻ്റെ കസിൻ്റെ അമ്മ എന്നെ ഡിസ്റ്റർബ് ചെയ്യായിരുന്നു. മേത്ത് കയറി മുടി പിടിച്ച് വലിച്ച് ഇരിക്കുമായിരുന്നു. ഇതൊന്നും തോട്ടക്കാരി കിട്ടിയത് ശിങ്ങാരി.
എൻ്റെ ചേച്ചി സ്കൂളിൽ പോയി. ഇന്ന് സ്കൂളുണ്ടായിരുന്നു, ഞാൻ പോയില്ല. എനിക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനില്ലേ മുതലാളി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ലൂണയുടെ ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം, കമൻറ്റും. അപ്പം ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചെയ്തിട്ട് പോ. അപ്പം ബൈ ബൈ ലൂണ ഫ്രം ലൂണാസ് ചാനൽ. ലൂഞ്ഞ് ഒരു ബൈ ബൈ പറയാ, ഈ ബൈ ബൈ പറയാ. അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബൈ കൂട്ടുകാരെ. എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ, എല്ലാവരും ചെയ്യണേ, മറക്കല്ലേ. ഇത് എൻ്റെ ചാനലാണ്, അതുകൊണ്ട് മറക്കാതെ ചെയ്തിട്ട് പോണേ. കമൻറ്റും കൂടെ ഒന്ന് ചെയ്തു തരുന്നേലും. ബൈ ബൈ കൂട്ടുകാരെ, ബൈ ബൈ കൂട്ടുകാരെ.